ബേസിൽ നിന്ന് PSC പഠിച്ചു തുടങ്ങാം ഇങ്ങനൊരു സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡ് അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് ടോപ്പിക്ക് പഠിക്കുന്നു, ടോപ്പിക്കിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തു പോകുന്നു. അപ്പോൾ ആ ഒരു ലെവലിലാണ് പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോ പോസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ മതിയാകും. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോന്നിനും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ നോട്ട്ബുക്കിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഗ്രസ് അറിയാൻ പറ്റും. എല്ലാ വീഡിയോയിലും നമ്മളിത് പറയുന്നതാണ്. അപ്പോൾ സീരീസ് ആദ്യം മുതൽ കണ്ടുവരാൻ കൂടി ശ്രമിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. 20 ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ 10 നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മെൻ്റൽ എബിലിറ്റിയാണ്. ഞാനത് ആദ്യമേ പറയാനുള്ള കാരണം, മെൻ്റൽ എബിലിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ കണ്ടു നോക്കുക. കാരണം മെൻ്റൽ എബിലിറ്റിയൊക്കെ നമുക്കൊരു മാർക്ക് പോയാൽ അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ കാണാൻ സമയം കിട്ടുന്നതിൽ കാണുക. അതല്ല മെൻ്റൽ എബിലിറ്റി എനിക്ക് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക. ഓക്കെ അല്ലേ? നമ്മുടെ സമയം കളയാൻ നമുക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളയുടെ കോഡ് തന്നിട്ടുണ്ട്. ദെൻ ഒഡീഷയുടെ കോഡ് എന്തെന്നുള്ളതാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം. കേരള എന്ന് പറയുന്നതിൻ്റെ കോഡ് തന്നിട്ട് എന്താ പ്രത്യേകം നോക്കാം. കേരള, സോ അതിൻ്റെ കോഡ് എന്താണ്? J, ദെൻ F, ദെൻ Q, ദെൻ B, ദെൻ K, ദെൻ B. ഇങ്ങനെയല്ലേ? നോക്കാം എന്താണ് K. നമ്മൾ സാധാരണ ആൽഫബറ്റ്സ് എഴുതി പോകുമ്പോൾ എന്താണ് J കഴിഞ്ഞാണ് K വരുന്നത്. അത് Kയിൽ നിന്ന് J കിട്ടുന്നത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -1 ആണല്ലേ, ഒരു ഒരു ലെറ്റർ പുറകിലേക്കാണ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ +1 ആണല്ലേ, EF. ദെൻ R എന്ന് PQR ആണ്, വീണ്ടും മൈനസ് ആണ്. ഉണ്ടാവും ഒരു ലെറ്റർ പുറകിലാണ് എടുത്തേക്കുന്നത്. B വീണ്ടും അടുത്തത് എന്താ? പ്ലസ് ആണ്. ആദ്യം +B ആണ്. നോക്കി, ഇത് വീണ്ടും ഒരു ലെറ്റർ പുറകിലാണ്, ഇത് വീണ്ടും ഒരു ലെറ്റർ മുമ്പിലാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. -1 ആണ് ഓർഡർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഒഡീഷ അല്ലേ. നമുക്ക് നോക്കാം ഒഡീഷ എന്ന് പറയുന്നത് ആദ്യം -1 അല്ലേ. സോ MNO ആണ്. അപ്പോൾ ഒരു ലെറ്റർ മൈനസ് ചെയ്യണം. ഓയിൽ നിന്ന് ഒരു ലെറ്റർ മൈനസ് ചെയ്യുമ്പോൾ N ആണല്ലേ. N സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എല്ലാ എലമെൻറ്റും നോക്കിയെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. N സ്റ്റാർട്ട് ചെയ്യുന്ന 2 എണ്ണം ഉണ്ട്, ഫസ്റ്റ് 1 ആൻഡ് ലാസ്റ്റ് 1. അപ്പോൾ നമുക്ക് അടുത്ത ലെറ്റർ 2 ലെറ്റർ നോക്കിയേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് നോക്കാം. അടുത്തത് D, ഇത് -1, ഇത് +1, ഇത് -1, ഇത് +1, ഇത് -1, ഇത് +1. ഓക്കെ അല്ലേ. അപ്പോൾ ഡിയോടൊപ്പം 1 കൂട്ടണം. DE ആണ്, NE. രണ്ടിലും NE തന്നെയാണ്. സോ അടുത്ത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഐക്ക് തൊട്ട് മുമ്പിലുള്ള ലെറ്റർ H ആണ്. സോ നോക്കി, NEH രണ്ടിലും സെയിം ആണ്. അടുത്ത S കഴിഞ്ഞ അടുത്ത നമ്പർ T, ലെറ്റർ T ആണ്. രണ്ടിലും T തന്നെയാണ്. അപ്പോൾ മാറ്റാൻ പറ്റില്ല. ദെൻ Hന് മുമ്പുള്ള ലെറ്റർ ABCDFGH എന്നാണ്. അപ്പോൾ തൊട്ട് മുമ്പിൽ G അല്ലേ, G വരുന്ന നോക്കി, G വരുന്നത് ഫസ്റ്റ് 1 ആണ്. അടുത്ത I വന്നിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ്. കണ്ടോ, അവസാനം വരെ നോക്കേണ്ടി വന്നു. ചിലതിലൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ആൻസർ കിട്ടുന്നതാണ് ഇങ്ങനെ നോക്കിപ്പോയാൽ. അപ്പോൾ അത് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. മെൻ്റൽ എബിലിറ്റിയാണ്, കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് തോന്നേണ്ടതാണ്. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന് റാങ്ക് 30 ആണ്. ഓക്കെ അല്ലേ. എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എന്ത്? അപ്പോൾ ആകെ 50 പേരുണ്ട്. നമുക്കറിയാം മുഴുവൻ പേരുള്ളൊരു വരിയിലുള്ള മുൻപിൽ നിന്നും പിന്നിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താ ഇക്വേഷൻ? ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ -1. ശരിയല്ലേ. ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 50 ഈക്വൽ ടു മുന്നിൽ നിന്നും റാങ്ക് 20 ആണല്ലേ. അതായത് റാങ്ക് 20 ആണ് എങ്കിൽ അവസാനത്തിൽ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് പിന്നിൽ നിന്നും നമുക്കറിയില്ല, -1. ശരിയല്ലേ. 50നെ പൊക്കി വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കി, 20 -1 എത്രയാണ്? ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ പട്ടണം കേട്ടോ. 20 -1 19 അല്ലേ. ആ 19 ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താവും? 50 - 19 എന്നാവില്ലേ. ഈസ് ഈക്വൽ ടു P എന്നല്ലേ. അപ്പോൾ 50 - 19 31. അപ്പോൾ പിന്നിൽ നിന്നും എത്രാമതാണ്? 31ാമതാണ് ആരുടെ സ്ഥാനം എന്ന് പറയുന്നത്? ഈ പറയുന്ന അനുവിൻ്റെ സ്ഥാനം. 31 ഉണ്ടോ? B ആണ് ഓപ്ഷൻ. അപ്പോൾ എളുപ്പമാണ് കിട്ടാൻ. അടുത്ത ചോദ്യം എന്താണ്? 5 എന്ന് പറയുന്നത് 126മായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ 9 ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ PSC ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതൊരു വലിയ വിഷയമുള്ള കാര്യമാണ്. ആരോ നമ്മുടെ ഇടയ്ക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താ അല്ലേ എന്നുള്ളത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് റീസൺസ് വേറെ ഉണ്ട്, എങ്കിലും PSC ഉദ്ദേശിക്കുന്ന റീസൺ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് 5 എന്ന് പറയുന്നത് 126 റിലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല രീതിയിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അല്ലാതെ പല രീതിയിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ PSC ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഉണ്ട്. ഇപ്പോൾ ഞാൻ PSC ആൻസർ നോക്കിയില്ല, ഞാൻ എൻ്റെ ഐഡിയക്ക് പറയുകയാണ്. വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. സോ നോക്കാം. 5 126 നമുക്ക് നോക്കാം. 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125 ആണ് 5ൻ്റെ ക്യൂബ്.
അല്ലേ? അതിനോടൊപ്പം 1 കൂട്ടുമ്പോഴാണ് 126 കിട്ടിയിരിക്കുന്നത്. എങ്കിൽ നമുക്ക് 9ന്റെ ക്യൂബ് നോക്കാം. 9ന്റെ ക്യൂബ് 729 അതിനോട് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 730 എന്ന് കിട്ടും. ഇതാവാം പോസിബിലിറ്റി. ഓപ്ഷനിലുണ്ട് 730 എന്ന് തോന്നുന്നു. 730 ഉണ്ട്. അപ്പോൾ അതൊരു പോസിബിലിറ്റി ആണ്. പിന്നെ ഒന്നാമത്തെ ആൻസർ 730 ആയതുകൊണ്ട് നമ്മളെ പറ്റിക്കാനിട്ടേക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. 730 ആണ് ആൻസർ. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒറ്റയാൻ എന്ന് പറഞ്ഞ സംഗതി. ഒറ്റയാനിലും ഒരുപാട് പല 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 റീസൺസ് നമുക്ക് ഒറ്റയാൻ, നമുക്ക് 4 ഒറ്റയാനാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, പല റീസൺസ് പറഞ്ഞുകൊണ്ട്. പക്ഷേ PS ഉദ്ദേശിക്കുന്ന ആൻസർ എന്നുള്ളതാണ് പറയേണ്ടത്. ഏതൊക്കെയാണ് ഓപ്ഷൻ കിടക്കുന്നത്? 146, 156, ദെൻ 176, 196 അല്ലേ? പെട്ടെന്ന് പറയാൻ പറ്റണം 196. കാരണം സാധാരണ നൽകുന്ന നമ്പറുകളിലെല്ലാം നമ്മൾ ആദ്യം നോക്കേണ്ടത് അഭാജ്യവും ഭാജ്യവുമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്ക്വയർ സംഖ്യകൾ ഉണ്ടെന്നാണ്. ഇവിടെ അഭാജ്യം ഭാജ്യം നോക്കേണ്ടത് എല്ലാം ഭാജ്യസംഖ്യകളാണ്. എല്ലാം ഇരട്ട സംഖ്യ ആയതുകൊണ്ട് എല്ലാം ഭാജ്യസംഖ്യകളാണ്. ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലെങ്കിൽ ഘടകങ്ങൾ ഒന്നിൽ കൂടുതലുള്ള സംഖ്യ, 2ൽ കൂടുതലുള്ള സംഖ്യകളാണ്. പക്ഷേ 196 എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഉള്ളത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള നമ്പറാണ്. അതായത് 196ന്റെ റൂട്ട് 14 അല്ലെങ്കിൽ 14ന്റെ വർഗ്ഗമാണ് 196. അങ്ങനെ ഒരു നമ്പർ അതിനകത്ത് വേറെ ഇല്ല സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന. ആ ഒരു പ്രത്യേകത വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 196 ആൻസർ. കാര്യം 196 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്, ഒരു സ്ക്വയർ നമ്പറാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് 196 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ എടുക്കാം. വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളുക. വീണ്ടും ബോർഡ് മാസിലെ ചോദ്യം. ബോർഡ് മാസിലെ ചോദ്യം പറയുന്നത് എന്താണ് നോക്കി, നമ്പർ നമുക്കൊന്ന് എഴുതാം. ക്വസ്റ്റ്യൻ കാണാമല്ലോ 5, നമ്പർ മാത്രം എഴുതണം. 6, ദെൻ 6, ദെൻ 2, ദെൻ 10. ഇനി എന്താ പറയുന്നത്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. സോ ആദ്യം ഇൻറ്റു. ദെൻ അടുത്ത ഡിവിഷൻ അല്ലേ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അടുത്ത എന്താണ്? മൈനസ് അല്ലേ? മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷനാണ്. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് ഇൻറ്റു ആണ്. സോ ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസറിലെ ചോദ്യം സിമ്പിൾ. 6/2 പറഞ്ഞേ 3 നമ്മൾ പഠിച്ചതല്ലേ ഇത്. അടുത്ത ഗുണനമല്ലേ ചെയ്യേണ്ടത്? 5 × 6 30. സോ 30 + 3 33. 33 - 10 23. ഓപ്ഷൻ ഉണ്ടോ നോക്കി? 23. ഓപ്ഷൻ 23 B ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ആദ്യമൊക്കെ നിങ്ങൾ കുറച്ച് ടഫാണെങ്കിൽ പതിയെ ചെയ്തു വരിക. കുറേ നാൾ കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി സമയം ടൈമർ വെച്ച് തന്നെ ചെയ്ത് നോക്കുക. എത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ നമുക്ക് പതിയെ പതിയെ ചെയ്ത് വരാനുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കി എന്താ ചോദ്യം? 2/3 + x = 5/6 എങ്കിൽ എക്സിൻ്റെ വിലയാണ് ചോദ്യം. ഓക്കെ, ഒരുപാട് പേര് സംശയം കൊണ്ട് തെറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്നറിയാമോ? ചിലത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം തോന്നിയെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഈ 3-നെ, ഈ ഹരിച്ചിരിക്കുന്ന 3-നെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി 3 എഴുതാം. ഇൻറ്റു 3 എഴുതി ഈ 3 6 എട്ടാം എന്ന് തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ചിലർക്ക് അങ്ങനെ തോന്നും. നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ, അതായത് 3-നെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്പിൾ ചെയ്യാം എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഒന്ന് പറഞ്ഞിരിക്കാം. പതിയത് മാറ്റം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തറവാക്കി പഠിച്ചോളുക. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ, ഇവിടെ എക്സ് ഇല്ലെന്ന് വിചാരിക്കാം. 2/3 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ എന്താ ഇങ്ങനെ വന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്തത്? ഇതാണ് മാത്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ക്ലാസ് എന്ന് വെച്ചിട്ട് കുറേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ച് ബേസുകൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ എന്താണ് വിഷയം എന്ന് ഞാൻ പറഞ്ഞുതരാം. 3-യെ അപ്പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരാളെ പറഞ്ഞുതരാം. 6-നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. പക്ഷേ 3-യെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്നാണ് രണ്ടുപേർക്കും 2 ന്യായം എന്ന് ചോദിച്ചാൽ ന്യായം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ നിന്നെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ എന്നായിരിക്കണം. മനസ്സിലായോ? എല്ലാ നമ്പറും ഡിവൈഡ് ബൈ ഒരു നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ 3 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നോക്കി ഇവിടെ 2-ന് മാത്രമേ ബൈ 3 ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ 3 ആക്കണമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ആക്കാനൊക്കെ പറ്റും. എന്ത് ചെയ്താൽ മതി എന്നറിയാവോ? ഇത് ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യുമ്പോൾ 1 × 2 3x ബൈ 3 എന്ന് വരും. പിന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് അതിന് നിൽക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ +2/3 എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. ഇത് പ്ലസ് ചെയ്തിരിക്കുകയാണെന്ന് ഓർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് തോന്നും ഡിവൈഡ് ചെയ്തേക്കല്ലേ, അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത് തോന്നും. അങ്ങനെ അല്ല കേട്ടോ, ഇത് പ്ലസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളുക. നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, നമുക്കിവിടെ എക്സിനോട് വയ്ക്കാം. ഈ 2/3 അപ്പുറത്തും എന്താവും? 5/6 അവിടെ എപ്പോഴും അവിടെ ഉള്ളതിന് അവിടെ എഴുതുക. എന്നിട്ട് -2/3 കണ്ടോ? +2/3 അപ്പോൾ അപ്പുറത്ത് പോയപ്പോൾ -2/3. അല്ലാതെ ആദ്യം 2/3 എഴുതി ഇങ്ങനെ എഴുതുന്ന കുറേ പേരുണ്ട് കേട്ടോ. 2/3 -5/6 എഴുതുന്നുണ്ട്. അതായത് 2/3 കൊണ്ടുപോകുന്നു, 2/3 മൈനസ്. തെറ്റാണ്. അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ അത് എഴുതി എവിടെയെങ്കിലുമൊക്കെ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കുക. അങ്ങനെ കൊണ്ടുപോകില്ല എഴുതി പഠിക്കണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പതിയെ സെറ്റാക്കി എടുക്കണം. ഓക്കെ, നോക്കി ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 6 ആക്കാൻ. ഇവിടെ 3-യെ 6 ആക്കാൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
2 കൊണ്ട് മറ്റുള്ള കാര്യം ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തുവെങ്കിൽ മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കി 5/6 മൈനസ് ഇവിടെ ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കണമല്ലോ നമുക്ക്. താഴെ 6 അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആയില്ലേ, ഇപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി കണ്ടോ. 5 മൈനസ് 2 × 4 ആയില്ലേ, 5 - 4 1 1/6. ഓപ്ഷൻ ഉണ്ടോ നോക്കി. 1/6 1/6 ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വൺ ആണ് 1/6 എന്ന് പറയുന്ന ആൻസർ. കുഴപ്പമില്ലല്ലോ, എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എടുത്ത് പറയണം, എനിക്കറിയാൻ പറ്റുള്ളൂ. അടുത്ത് നോക്കാം. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ ലംബമായും 12 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും അയാൾ എങ്ങോട്ട് പോയാലും നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? നമുക്ക് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശയുടെ ആവശ്യമുണ്ട്. ഞാൻ എഴുതി വയ്ക്കുന്നു. പറഞ്ഞു, ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട് പോവാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ 5 മീറ്റർ കിഴക്കോട്ട് പോയി, 5 മീറ്റർ. എന്നിട്ട് അവിടെ നിന്ന് നേർരേഖയിൽ ലംബമായി വടക്കോട്ട് പോകുന്നു. നേർരേഖയിൽ ലംബമായിട്ട് വടക്കോട്ട് പോവുകയാണ്. എത്രയാണ് പോയത്? 12 മീറ്റർ വടക്കോട്ട് പോയി. ശരിയല്ലേ? ഇപ്പോൾ ആദ്യത്തെ സ്ഥാനവും നിൽക്കുന്ന സ്ഥാനവും തമ്മിലുള്ള അകലം ഇതാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിളല്ലേ? ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട്. അതാണ് പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം. ആരാണ് പൈതഗോറസ് എന്ന് ചോദിക്കുന്നില്ല. എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞേ? പൈതഗോറസ് തിയറം പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയൊന്നും അല്ല, എങ്കിലും പൈതഗോറസ് തിയറം പറയാം. എന്താണ്? കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം ഇതല്ലേ, അപ്പോൾ ഇതല്ലേ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരമല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നിന്നത് ഇവിടെ, ഇപ്പം നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ അകലമല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് പറഞ്ഞേ, എന്ത് വരും? പാദം സ്ക്വയർ 5ൻ്റെ സ്ക്വയർ ഒറ്റ സ്റ്റെപ്പ് എഴുതുന്ന 25, ലംബം സ്ക്വയർ 12 സ്ക്വയർ 144. നിങ്ങളൊരു 25 വരെയെങ്കിലും മിനിമം 20 വരെയെങ്കിലും വർഗ്ഗങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 10 വരെയുള്ള ക്യൂബും പഠിച്ചു വെക്കണം, ഇതിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞേ, 169 എന്ന് കിട്ടും. അതായത് കർണം കർണം സ്ക്വയർ = 169, കർണം √169, അതായത് 13. മനസ്സിലായില്ലേ കാര്യം? സ്ക്വയർ അപ്പുറത്ത് പോയി, തെറ്റാണ്. സ്ക്വയർ അപ്പുറത്ത് പോകുന്നത് അങ്ങനെ പറയാൻ പാടില്ല. നമുക്കതൊക്കെ മതി. നമുക്ക് PhD അല്ലേ, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. സ്റ്റെപ്പൊന്നും ആവശ്യമില്ലല്ലോ. സ്ക്വയർ അപ്പുറത്ത് പോകുന്നു, √169 13 എന്ന് മാറി. സോ ആൻസർ 13 മീറ്റർ അകലെയാണ്. നോക്കാം, ഉണ്ടോ 13 മീറ്റർ അകലെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത് ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ലൈബ്രറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ സിനിമ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ, ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ലൈബ്രറിയിൽ. പുസ്തകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ലൈബ്രറിയിലാണ്. ശരിയല്ലേ? പുസ്തകങ്ങൾ, ലൈബ്രറി. അപ്പോൾ സിനിമ എവിടെയാണ് കാണുന്നത്? സിനിമ കാണുന്നത് തിയേറ്ററിലാണ്. ആ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ ബി, തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എളുപ്പമല്ലേ അത്? പുസ്തകങ്ങൾ കാണുന്നത് ലൈബ്രറിയിലാണ്, സിനിമ കാണുന്നത് തിയേറ്ററിലാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അടുത്ത് നോക്കി. അടുത്തത് ബ്ലഡ് റിലേഷനാണ് പറയുന്നത്. എയുടെ അമ്മയാണ് ബി. സോ എ എവിടെ ഇരിക്കട്ടെ? എയുടെ അമ്മയാണ് ബി. അപ്പോൾ മദർ, അങ്ങോട്ട് മദർ കൊടുക്കാം. മദർ തിരിച്ച് നമുക്ക് ആണോ പെണ്ണെന്ന് അറിയില്ല എ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി നമുക്കറിയാം, അതൊരു ലേഡിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്മ എന്ന് കൊടുത്ത്. എയുടെ അമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തിരിച്ച് മകളാണോ മകനാണോ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് പറഞ്ഞിട്ടില്ല. ഇനി എന്താണ്? ബിയുടെ അമ്മയാണ് സി. ബിയുടെ അമ്മ അങ്ങോട്ടുള്ള നമ്മുടെ കൊടുത്തിട്ട് ആരോ കൊടുത്തിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് സി. കണ്ടോ? ബിയുടെ അമ്മയാണ് സി, മദറാണ്. ഓക്കെ. സിയുടെ മകനാണ് ഡി. സിയുടെ മകനാണ് ഡി അല്ലേ? ഇപ്പോൾ സിയുടെ മകൻ താഴോട്ട് വരും. സിയുടെ സൺ ആണ് ഡി. ശരിയല്ലേ? ഇനി എന്താ പറയുന്നത്? സിയുടെ മകനാണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തിരിച്ചെന്തായിരിക്കും? ഇത് അമ്മയായിരിക്കും അല്ലേ? ഇത് മദർ. ശരിയല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി എന്താണ് ചോദ്യം? എങ്കിൽ എയുടെ ആരാണ് ഡി? എയുടെ ആരാണ് ഡി എന്നാണ്. ശരിയല്ലേ? നോക്കിയേ, ഇവർ രണ്ടുപേരുടെയും അമ്മയാണ് സി എന്ന് പറഞ്ഞാൽ ഇവരെന്താണ്? ഇവർ ബ്രദർ അല്ലെങ്കിൽ സഹോദരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് എഴുതാം ഡി. കണ്ടോ? ഇവർ രണ്ടുപേരുടെയും അമ്മയാണ് സി. അപ്പോൾ സിയുടെ മക്കളാണ് ബിയും ഡിയും. ശരിയല്ലേ? ഇനി ഡി ആണാണോ പെണ്ണാണോ നമുക്കങ്ങനെ അറിയാം. ഡിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ നമുക്കാണല്ലോ ഡിയുടെ മകൻ, സിയുടെ മകനാണ് ഡി. സോ ഇത് മെയിലാണ് ആളല്ലേ? ഇവർ സഹോദരങ്ങളുമാണല്ലേ? ശരിയല്ലേ? ഒരു സഹോദരൻ. അപ്പോൾ ഇത് മെയിലുമാണ്. അപ്പോൾ നോക്കി, എയുടെ അമ്മയാണ് ബി, ബിയുടെ സഹോദരനാണ് ഡി. അപ്പോൾ എയുടെ അമ്മയുടെ സഹോദരൻ, അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ മാമനാണ്, അമ്മാവനാണ്. കൊണ്ടു നോക്കി, അമ്മാവൻ, സി ആണ് അമ്മാവൻ. സോ എയുടെ അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരൻ മീൻസ് മാമൻ അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സോ അമ്മാവനാണ്. ശരിയല്ലേ? ഓക്കെ. നമ്മുടെ അവസാനത്തെ ചോദ്യം. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ് എന്നാണ്. ഓപ്ഷൻ വെച്ച് നമുക്ക് ആലോചിക്കാം, അല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ എന്താ ക്വസ്റ്റ്യൻ? എന്താ? മനുവിൻ്റെ പ്രായം എന്ന് ചോദിച്ചിട്ട് മനുവിൻ്റെ പ്രായം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനുവിൻ്റെ പ്രായം 19, 9, 6, 10. ഇനി എന്താണ്? മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്.
വിനുവിൻ്റെ കേസ് നമുക്ക് എഴുതാം. വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. സോ വിനുവിനല്ലേ കുറവ്, മനുവല്ലേ മൂത്തത്? വിനുവിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വിനുവിന് എത്രയായിരിക്കും? 9 വയസ്സ്. കാര്യം 10 കുറച്ചില്ലേ? ശരിയല്ലേ? ഈ കോൺസെപ്റ്റ് നോക്കേണ്ട കാര്യമേ ഇല്ല. ശരിയല്ലേ? കാര്യം ഇത് രണ്ടും നോക്കേണ്ട കാര്യം 10 വയസ്സ് കുറഞ്ഞെന്ന് പറയുമ്പോൾ വിനു ജനിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. സോ വിനുവിന് കുറവെന്നല്ലേ, 10 വയസ്സ് കുറവെന്നല്ലേ വിനുവിന്. സോ വിനുവിൻ്റെ കേസ് എഴുതുമ്പോൾ ഇവിടെ 10 വയസ്സ് കുറഞ്ഞപ്പോൾ 9, ഇവിടുന്ന് 10 വയസ്സ് കുറയ്ക്കുന്നില്ല, ഇവിടുന്ന് 10 വയസ്സ് കുറയ്ക്കുമ്പോൾ 0. നോർമലി ഇത് തന്നെ ആയിരിക്കണം ആൻസർ. നമുക്ക് നോക്കാം. കാര്യം ബാക്കിയെല്ലാം ഒരു ഒരു സുഖമില്ലാത്ത ഓപ്ഷനാണ് അല്ലേ. അടുത്ത വർഷം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ മനുവിന് എത്ര വയസ്സാവും? 20 വയസ്സാവും. വിനുവിന് 10 വയസ്സാവത്തില്ലയോ? അപ്പോൾ ഇരട്ടിയാവത്തില്ല, 2 മടങ്ങുന്നില്ല പറയുക. ശരിയാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും നോക്കേണ്ട കാര്യം, ഇതൊന്നും വരാൻ ഒരു പോസിബിലിറ്റിയും വരുന്നില്ല. 0 വയസ്സ് പോലും വരുന്നില്ല, ജനിച്ചിട്ടൊന്നും ഇല്ല വിനു. സോ അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ആൻസർ. ആ ഓപ്ഷനകത്ത് ഒരു മോശപ്പെട്ട ഓപ്ഷനായിപ്പോയി. അതായത് നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ലാതായിപ്പോയി. സോ അതുകൊണ്ട് ഇത് തന്നെയാണ് ആൻസർ. കാര്യം ഇരട്ടിയായി. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കാര്യം വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതൽ. തിരിച്ച് ചിന്തിച്ചാൽ മനുവിനേക്കാൾ 10 വയസ്സ് കുറവെന്നാണ്. സോ 9 കിട്ടി. അടുത്ത വർഷം സംഭവിക്കും മനുവിന് 20 ആവും, വിനുവിനും 10 ആവും. സോ ഇരട്ടിയായില്ലേ? വിനുവിൻ്റെ ഇരട്ടിയാണ് മനുവിന്. അതല്ലേ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് അല്ലാതൊക്കെ ചെയ്യാൻ പറ്റും, എക്സ് ഒക്കെ ഉപയോഗിച്ച്. ഞാനത് പറയുന്നില്ല, കാര്യം ഓപ്ഷൻ വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു. മിക്കവാറും പേരും ഓപ്ഷൻ തന്നെ ആരെയും ചൂസ് ചെയ്യുന്നത്. ഈ മാത്സ് നന്നായിട്ട് അറിയാന്നുള്ളവർ, മാത്സ് മെയിൻ എടുത്തവർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അവർക്ക് ഇനി എന്ത് കിട്ടിയാലും എക്സിറ്റ് ചെയ്യത്തുള്ളൂ. അവർ ആ ഒരു രീതി പഠിച്ചു പോയി, എക്സിറ്റ് ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ട് അവർ എക്സ് എടുക്കത്തില്ല. ഇനി ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു 2 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും അവർ എക്സിലേക്ക് പോകും. കാര്യം അത് അവർക്കൊരു സുഖമാണ്. ഈ മാത്സ് പഠിച്ചവർക്ക് എക്സിറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറഞ്ഞതാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, വെറുതെ തമാശയ്ക്ക് പറഞ്ഞതെന്നുള്ളൂ. സോ എനിവേ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. മെൻ്റബിലിറ്റി വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മൊത്തത്തിൽ. കഴിഞ്ഞ ദിവസം ചെയ്തതും കൂടെ ചേർത്ത് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക, നിങ്ങളുടെ സജഷൻസ് പറയുക, എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയാം. നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.